ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുടക് സ്റ്റൈലിലുള്ളൊരു പന്നിക്കറിയാണ്. പിന്നെ നമ്മുടെ നാട് കുടകാണ്, കൂർഗിലാണ് കേട്ടോ നമ്മുടെ നാട്. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ട് കൂർഗിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. അതുപോലെ പിന്നെ അവർ ഇങ്ങോട്ടും വരാറുണ്ട്. അപ്പോൾ ഈ വെക്കേഷന് വന്നിട്ട് അമ്മായിയും പിന്നെ അതുപോലെ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് ഒരു പന്നിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 3 കിലോ പന്നിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ക്യൂബായിട്ട് അരിഞ്ഞ് അതിന് നല്ല വാഷ് ചെയ്തെടുത്ത് അതിനുണ്ടാക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായിയാണ് ഇതിൻ്റെ മെയിൻ പ്രിപ്പറേഷൻ എല്ലാം അമ്മായിയാണ് ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കറുവേപ്പില ഇട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കറുവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് വന്നിട്ട് പന്നി ഇട്ടിരിക്കുന്നത്. പിന്നെ പൊടിയുപ്പിന് പകരം കല്ലുപ്പാണ് കേട്ടോ അതിൽ ചേർത്തിരിക്കുന്നത്. കൂടാതെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതെല്ലാം വന്നിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിൽ കേട്ടോ. പിന്നെ കൂടാതെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടിയൊക്കെ പൊടിച്ച് വെച്ചപ്പോൾ വിചാരിച്ചത് ഫുൾ അതിലിടുന്നത്. പക്ഷേ ആവശ്യത്തിന് മാത്രം, അതിന് എത്രയാണ് വേണ്ടത് മാത്രം, ഒരു 3 കിലോ പന്നിക്ക് എത്ര വേണം അത് മാത്രമാണ് അതിലിട്ടിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ മുളക് പൊടി പറഞ്ഞാൽ നന്നായിട്ട്, അതായത് റെഡ് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ രീതിയിൽ അതിനെ വറുത്തെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്തിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട്. കാരണം കുരുമുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ മല്ലിപ്പൊടി നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇവർ പച്ചമല്ലി വാങ്ങിയിട്ട് അതിനെ നന്നായിട്ട് വറുത്ത ശേഷം അതിനെ പൊടിച്ചിട്ടാണ് പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പീസിലും മസാല പിടിക്കുന്ന മാതിരി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത്, കുടകിൽ പോവുകയാണെങ്കിൽ വന്നിട്ട് എന്തായാലും ഈ ഒരു ഡിഷ് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, അടിപൊളി സാധനം. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ആ പന്നി ബോയിലാവുന്ന ആ വെള്ളത്തിൽ തന്നെയാണ് ഇതിന് മൊത്തം കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ വന്നിട്ട് അതിങ്ങനെ ബോയിലായി വന്നിട്ടുണ്ട്. നല്ല ഒരു വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ ഐറ്റം ആണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കുടംപുളി എസൻസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ കുടംപുളിമാരുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന കുടംപുളി വെച്ചിട്ട് നമ്മൾ കുടംപുളി എസൻസും അതുപോലെ വീട്ടിലെ കുക്കിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വന്നിട്ട് ഈ കുടംപുളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇപ്പോൾ ഏറെക്കുറെ ബോയിലായി. ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് ഈ കാണുന്നത്. സംഭവം സെറ്റ്, വേറെ ലെവൽ ഐറ്റം. അപ്പോൾ മറക്കാതെ വന്നിട്ട് കുടകിൽ പോകുന്നവർ എന്തായാലും ഈ പന്നീർ പല ഡിഷുകളും ഉണ്ട് കേട്ടോ. പല വെറൈറ്റിയും പന്നീർ കിട്ടും അവിടെ. അപ്പോൾ കുടകിൽ പോകുന്നവർ എന്തായാലും അത് കഴിച്ച് നോക്കണം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമ്മൾ സെർവിങ് വേണ്ടി വന്നിട്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഷ് എന്തായാലും വന്നിട്ട് കഴിച്ച് നോക്കണം. പല വെറൈറ്റിയും കിട്ടും. കുടകിൽ പോകുന്നവർ, കൂർഗ് കറങ്ങാൻ പോകുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ.